നമ്മുടെ രാജ്യം ഇപ്പോൾ നാലാമത്തെ സ്ഥാനത്താണ്. 5 ട്രില്യൺ എക്കോണമിയാണ്. പക്ഷേ ഈ ഗ്രോത്ത് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്നത് 2070 എന്നൊരു വർഷം എത്തുമ്പോൾ ഇന്ത്യ യു എസിൻ്റെ മേളിൽ പോകും. അതായത് അന്ന് യു എസ് 51.5 ട്രില്യൺ എക്കോണമിയാണെങ്കിൽ അന്ന് ഇന്ത്യ 52.5 എക്കോണമിയാണ്. ചൈന മാത്രമേ മുമ്പിലുള്ളൂ. ചൈന 57 എക്കോണമി, അതായത് 5 ട്രില്യൻ്റെ വ്യത്യാസത്തിലാണ്. 57 ട്രില്യൺ എക്കോണമിയിലായിരിക്കും ചൈന നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഗ്രോത്ത് എക്കോണമിയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഡെഡ് എക്കോണമി എന്നുള്ള വാക്ക് തന്നെ ട്രംപിനറിയാം. അത്തരത്തിൽ ഡെഡ് എക്കോണമി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റെടുക്കാൻ കുറേമാർ കാണുമെന്നുള്ളത് ട്രംപിന് നന്നായിട്ട് അറിയാം. അതാണ് ട്രംപ് അവിടെ ചെയ്തത്. റഷ്യ ഡെഡ് എക്കോണമി എന്ന് വിളിച്ചത് അവർ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ തരൂർ ഉൾപ്പെടെ പലരും മറുപടി നൽകിയിരുന്നു. അപ്പോൾ ഇത് ട്രംപ് ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ചെയ്യുന്നത്, അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ നാസയുമായിട്ട് ചേർന്ന് നിസാർ എന്ന് പറയുന്ന അവരുടെ ഒരു ഉപഗ്രഹം നമ്മളാണ് അയച്ചത്. ഇതൊക്കെ വലിയ ഗ്രോത്താണ്. ഇതൊക്കെ പല രാജ്യങ്ങൾക്കും കണ്ണുകടി കിട്ടുന്നുണ്ട്. അതായത് നമ്മളിവിടെ ചന്ദ്രനിൽ നമ്മുടെ കൊടി പറത്തുമ്പോൾ കൊടിയിൽ മാത്രം ചന്ദ്രനുള്ള പല രാജ്യങ്ങളുമുണ്ട്. ഞാൻ ഉദ്ദേശിച്ച രാജ്യം മനസ്സിലായി കാണുമല്ലോ. അപ്പം അങ്ങനെയുള്ള ചില രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിനെ, അതായത് പണ്ട് 71 ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അവരെ അട്ടിമറി, അതായത് അവർ ഈ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പവർഫുൾ, അവരുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, നമുക്ക് എതിർപ്പുണ്ടായിരിക്കും, പക്ഷേ അവർ രാജ്യം എന്ന് പറയുന്ന രീതിയിൽ അവർ ഒരു പവർഫുൾ നേഷനായിട്ട് അതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഭയങ്കര ഫോഴ്സസ് ഔട്ട്സൈഡ് ആൻഡ് വിത്തിൻ എന്ന് പറയും, പുറത്തുള്ള ശക്തികളും അകത്തുള്ള ശക്തികളും കൂടെ ഇവരെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി, ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അവർക്കെതിരെ അവരുടെ ഇതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അട്ടിമറിയെന്ന് അന്ന് പറഞ്ഞിരുന്നത്. തിരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് ഇവരെ ആരോപിച്ച കുറ്റം. അതായത് ഫണ്ട് പല നിസ്സാരമായ കാര്യങ്ങൾ. എന്തായാലും അവർ അലഹബാദ് കോടതി വിധി വന്നു, സുപ്രീം കോടതി വിധി അന്ന് വന്ന് ഇലക്ഷൻ്റെ ഫലം റദ്ദാക്കി. അത് 71 നടന്ന ഇലക്ഷൻ്റെ ഫലം 75 റദ്ദാക്കി. ഇന്ദിരാഗാന്ധിക്ക് മറ്റു വഴിയില്ല, അവർ കോർണറായിപ്പോയി. അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിനെ ന്യായീകരിച്ച് പറയുന്നതൊന്നുമല്ല, എന്നാലും അവരത് അങ്ങനെ ചെയ്യേണ്ടി വന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. അവരൊരിക്കലും ഭരണത്തിലേക്ക് തിരിച്ചു വരരുതെന്ന് ആഗ്രഹിച്ച ആരോ ഉണ്ട്. അപ്പോൾ എവിടെ നിന്നാണോ ഇന്ദിരാഗാന്ധി നിർത്തിയത് അവിടെ നിന്നാണ് നരേന്ദ്രമോദി തുടങ്ങിയിരിക്കുന്നത്. 2014 നരേന്ദ്രമോദി അല്ല, 2025 മോദി. 2025 നരേന്ദ്രമോദി എന്ന് പറയുന്നത് പലരുടെയും പേടി സ്വപ്നമാണ്. അങ്ങനെ നിൽക്കുന്ന നരേന്ദ്രമോദിയെ ഒരു രീതിയിലും അധികാര കസേരയിൽ നിന്ന് താഴെ ഇറക്കാൻ പറ്റാത്ത, അദ്ദേഹത്തിന് അധികാര കസേരയിൽ നിന്ന് വലിയ മോഹം എന്നുള്ള ആളൊന്നുമല്ല അദ്ദേഹം. ഇന്ന് ജനങ്ങൾ പറയുകയാണ്, ജനങ്ങൾ വിധി എഴുതുകയാണ്, ഇന്ന് നിങ്ങൾ ഈ കസേരയിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഞ്ചിയും എടുത്ത് അദ്ദേഹം ഹിമാലയത്തിലേക്ക് തിരിച്ചു പോകും, അല്ലെങ്കിൽ വാരണാസിയിലേക്ക് തിരിച്ചു പോകും. അദ്ദേഹം അങ്ങനെ ഒരു യോഗിയാണ്. അദ്ദേഹത്തിന് ഈ അധികാര കസേരയിൽ പിടിച്ചു കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരെ പോലെ കിട്ടേണ്ട മറ്റേ ജന്മാവകാശം പോലെ പ്രധാനമന്ത്രി പദവി ചോദിച്ചു നടക്കുന്നവന്മാരെ പോലത്തെ ഇത് പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നരേന്ദ്രമോദിയെ അട്ടിമറിയിലൂടെ ഇറക്കാൻ പുറത്തുനിന്ന് പല ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന പേരുകൾ ജോർജ് സോറസ് പോലുള്ള നമ്മൾ കേൾക്കുന്ന പേരുകളാണ്. അതൊരു വെറും മിത്തെന്ന് പറയുന്ന രീതിയിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ സാർ? അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വാസ്തവമില്ലേ? ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള സ്പീച്ചസ് ഒക്കെ നമ്മൾ അതിലേക്കല്ലേ അത് വിരൽ ചൂണ്ടുന്നത്? തീർച്ചയായിട്ടും. ഇപ്പം വിജയ് ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്, 2075 അമേരിക്കയെ മറികടക്കും ഇന്ത്യ എക്കണോമിക്കൽ ഗ്രോത്തിലൂടെ. ഇത് നമ്മൾ പറഞ്ഞതല്ല. നമ്മള് പ്രധാനമന്ത്രി ഒരു പ്രസ്താവനയിൽ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി അല്ലെ നമ്മുടെ ജനങ്ങളോട് പറഞ്ഞല്ല. ലോകത്തിലെ ഈ കണക്കൂട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യയുടെ പോക്ക്, വളർച്ച അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലോകത്തിന്റെ പോക്കിനനുസരിച്ച് പറഞ്ഞതാണ്. അമേരിക്ക എവിടെയാകും, ഇന്ത്യ എവിടെയാകും. നിങ്ങൾക്കറിയാമോ, അമേരിക്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ഇപ്പൊ നാറ്റോ രാജ്യങ്ങൾ, അതിനകത്ത് പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവം. അതായത് ആ രാജ്യങ്ങൾ എന്നും ലോകത്തിന്റെ നെറുകയിലായിരിക്കണം. പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ലോകത്തെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്, ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അതിനപ്പുറം ഏതെങ്കിലും ഒരു രാജ്യം വളർന്നു വരുന്ന ഒരവസ്ഥ ഉണ്ടായാൽ, വളർന്നു വരുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ 50 കൊല്ലത്തിനപ്പുറമെങ്കിലും അമേരിക്കയെ മറികടക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യം ലോകത്ത് ഏതെങ്കിലും രീതിയിൽ വളർന്നു വരുന്നതായിട്ട് തോന്നിയാൽ ആ രാജ്യത്തിനകത്ത് ഏതെങ്കിലും രീതിയിൽ പ്രശ്നമുണ്ടാക്കി ആ രാജ്യത്തെ തകർത്തുകൊണ്ട് പോകുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ അവരുടെ വരുതിക്കപ്പുറം സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പോകുന്ന രാജ്യങ്ങളെ
ഒരുപക്ഷെ അട്ടിമറിയിൽ കൂടി നശിപ്പിച്ച് അവർക്ക് താല്പര്യമുള്ള ഭരണാധികാരികളെ ഏൽപ്പിച്ച് അവരുടെ കാര്യങ്ങൾ നടത്തി പോകുന്ന ഒരു സ്വഭാവം അമേരിക്കയ്ക്ക് പണ്ടേ ഉണ്ട്. അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ ലോകത്തുടനീളം നടത്തുന്നതും അത്തരം അട്ടിമറികൾ നടത്തുന്നതുമായിട്ടുള്ളതിനാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ട്രംപിന്റെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ട്രംപ് കഴിഞ്ഞ ഭരണ സമയത്ത് ഇരുന്ന ഡീപ് സ്റ്റേറ്റിനെ ഞങ്ങൾ തീർക്കുന്നതാണ്. അയാൾ അന്ന് ആ കഴിഞ്ഞ 4 കൊല്ലം ഇരുന്ന സമയത്ത് എടുത്ത നിലപാടുകളും വാചകങ്ങളും വർത്തമാനങ്ങളും മറ്റു രാജ്യത്തോടെടുത്ത നിലപാടുകൾക്കും ഒക്കെ അപ്പുറം ഈ ഭരണത്തിന് ശേഷം ഒരു പക്ഷേ ഡീപ് സ്റ്റേറ്റ് ഇയാളെ കിഡ്നാപ്പ് ചെയ്തോ അല്ലെങ്കിൽ അടിമപ്പെടുത്തിയോ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായോ എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള ഒരു പോക്കും ഒരു കാര്യവും ഒക്കെയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നാം പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഇന്ത്യക്കകത്ത് ഉരുണ്ടു കൂടിയിരിക്കുന്ന ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ അകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിന്, ഇന്ത്യക്കകത്തെ സമരത്തിന്, ഇന്ത്യക്കകത്തെ പ്രചരണത്തിന്, ഇന്ത്യക്കെതിരെയുള്ള പ്രചരണത്തിന്, നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്രചരണത്തിന്, ഒരുപക്ഷെ സിന്ദൂറിനകത്ത് പോലും സിന്ദൂർ ജയിച്ചപ്പോൾ ലോകം അംഗീകരിച്ചപ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയുന്ന ഒരു പ്രചരണത്തിന്, അതിനുശേഷം ഏറ്റവും അവസാനം ഇതുവരെ നടന്നിരുന്ന സമരങ്ങളുടെ ശരിയായിട്ടുള്ള കാര്യവും ആ സമരങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഏറ്റെടുത്ത ആൾക്കാർ നടത്തിയ വ്യാജ പ്രചരണവും ഒക്കെ നോക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഏറ്റവും അവസാനം ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യം അട്ടിമറിക്കുന്നതിന് പോലും ഉപയോഗിച്ച തന്ത്രങ്ങൾ. അതായത് എല്ലാ രാജ്യങ്ങളും ഇതുപോലെ ജനാധിപത്യ സംവിധാനത്തിലും അല്ലെങ്കിൽ ഇത്തരം കൃത്യമായിട്ട് പോകുന്ന രാജ്യങ്ങൾ അട്ടിമറിക്കുന്നതിന്റെ ഫോർമാറ്റ് ഒന്ന് തന്നെയാണ്. ആ ഫോർമാറ്റിൽ കൂടി തന്നെയാണ് ഇവിടെ ചില നീക്കങ്ങൾ നടക്കുന്നത്. അതായത് ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാം 1900 എനിക്ക് തോന്നുന്നു 53 ഇറാനിൽ നടത്തിയ അട്ടിമറിയുണ്ട്, CIA. മനസ്സിലായ അട്ടിമറി? ആ അട്ടിമറി ഇതേപോലെയായിരുന്നു അന്ന് അവിടെ അട്ടിമറി. അതിനുശേഷം 1973 ചിലിയിൽ നടന്നു. 2004 2014 ഉക്രൈൻ അട്ടിമറി നടന്നു. 2019 വെനസ്വേലയിൽ നടന്നു. 2020 ബെലാറസിൽ നടന്നു. ഇതെല്ലാം US-ന്റെ നേതൃത്വത്തിലായിരുന്നു. ആ ഗവൺമെന്റുകളെ അട്ടിമറിക്കുന്നതിന് വേണ്ടി US തയ്യാറായി, അല്ലെങ്കിൽ അവിടെ ഡീപ് സ്റ്റേറ്റ് തയ്യാറായി. ഇത്തരത്തിൽ ഇവിടെ ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ട് നമ്മുടെ ഇലക്ഷന്റെ സമയത്ത് റഷ്യ നമുക്ക് റിപ്പോർട്ട് തന്നെയല്ല, ഇലക്ഷൻ അട്ടിമറി നടക്കുന്ന സമയത്ത്. അതിനുശേഷം നമ്മൾ ഈ CN സമരം നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു, അതിന്റെ ഒരു ഫോർമാറ്റ്. അതിനുശേഷം കർഷക സമരം നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. കർഷക സമരത്തിന് ആരാ ഇവിടെ ഫണ്ട് കൊടുത്തത്? ആരാ ഇവിടെ കർഷക സമരം നടത്തി? ആരാ കർഷക സമരം നിർത്തണ്ട എന്ന് പറഞ്ഞ് കർഷകർ തിരിച്ചു പോയപ്പോ അവിടെ കുത്തിയിരുന്ന് ഖാലിസ്ഥാനികളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാ? ഖാലിസ്ഥാനികളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സ്കാം എന്നാണ് ഇതിനെ പറയേണ്ടത് കർഷക സമരത്തിന്. അവരതിന് രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞു നടന്ന കുറേ വെട്ടിക്കൂട്ടങ്ങളുണ്ട്. ശരിക്കും അതിന് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സ്കാം. കാരണം ആരൊക്കെയാണോ ഇതിൽ കള്ളന്മാരാരാണെന്ന് അറിയണമെങ്കിൽ അതിനകത്ത് പങ്കെടുത്തവന്മാരെ നോക്കിയാൽ മതി, കൃത്യമായിട്ട് അറിയാം. അതെ. അപ്പം ഇതിനകത്ത് അന്ന് കർഷക സമരം നമ്മൾ ഈ പറയുന്ന സമരങ്ങളെല്ലാം, ഈ പറയുന്ന സമരങ്ങൾ ഏറ്റെടുക്കുന്നവരും അത് ഏറ്റെടുപ്പിക്കുന്നവരുടെയും അജണ്ട പൊളിക്കുന്നതിന് വേണ്ടി സമരം വലിച്ചു നീട്ടി അജണ്ട പൊളിച്ച് അതിനകത്തെ ആൾക്കാരെ പൊളിച്ച് വെളിയിലിടുന്നത് എന്താ? നരേന്ദ്രമോദി പോലെ ഇന്ത്യക്കകത്ത് ഇരിക്കുന്ന ഭരണാധികാരി ബുദ്ധിമാനായതുകൊണ്ടാണ്. ഈ പറഞ്ഞ സമരങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ആരാ? പ്രതിപക്ഷം. അതിന്റെ നേതാവ് ആരാ? പ്രതിപക്ഷം. ഇയാൾ എന്താണ് സംസാരിക്കുന്നത്? ഇന്ത്യക്കകത്തും വെളിയിലും പോയി സംസാരിക്കുന്ന നമുക്ക് ഇന്ത്യ വിരുദ്ധതയാണ്. അയാൾക്ക് ശകലം ബുദ്ധിയുടെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇതേ രീതി ഇച്ചിരിയുടെ ബുദ്ധിപരമായിട്ട് നീങ്ങിയായിരുന്നെങ്കിൽ വീണ്ടും ജനത്തിന് അതിനകത്ത് ഇത്രയും സംശയം വരത്തില്ലായിരുന്നു. അതെല്ലാം ചൂണ്ടിക്കാണിച്ച് പൊളിച്ച് അതിനുശേഷം അഗ്നിവീർ സമരം ആരായിരുന്നു ചെയ്തത്? അതിനുശേഷം ഇപ്പം ഏറ്റവും അവസാനം എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു സമരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവസാന സമരവും ഈ സമരത്തോടുകൂടി ഈ സമരം കൂടി പൊളിഞ്ഞാൽ ഈ പറയുന്നത് പോലെ പ്രതിപക്ഷത്തിന് രാഹുൽ ഗാന്ധി പൊളിഞ്ഞു. അവസാനം എടുത്ത സമരം എന്തോ? സമരത്തിനകത്ത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഇവിടുത്തെ ആൾക്കാർക്ക് പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല ഇതിനകത്ത് യാതൊരു വാസ്തവമില്ലെന്ന്. ഇത് തന്നെയല്ലേ നരേന്ദ്രമോദി ഈ സമരത്തിനകത്ത് ഏറ്റെടുത്തിരിക്കുന്ന മുദ്രാവാക്യം തന്നെയല്ലേ ഈ നരേന്ദ്രമോദി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ഡബിൾ വോട്ടിംഗ് സംവിധാനവും ഇന്ത്യക്കകത്തല്ലാത്ത ബംഗ്ലാദേശികളെയും രോഹിംഗ്യ മുസ്ലിങ്ങളുടെയും ഒക്കെ വോട്ട് വേർതിരിക്കുമ്പോൾ അവിടെയും ചെന്ന് സമരം ചെയ്യുന്നു. ആ രോഹിംഗ്യ മുസ്ലിങ്ങളെയും ബംഗ്ലാദേശികളെയും സമരത്തിന്റെ ഭാഗമാക്കുന്നു. എന്നിട്ട് പറയുന്നു ഇവിടുത്തെ ഭരണ സംവിധാനം
തെറ്റാണ്. ഇലക്ഷൻ കമ്മീഷൻ മോശമാണ്. അതിനകത്ത് വോട്ടരട്ടിപ്പുണ്ട്, അല്ലെങ്കിൽ കള്ള വോട്ടുണ്ട്. ആ വോട്ടുകൾ ഉപയോഗിച്ചാണ് ഈ പറയുന്ന BJP ജയിക്കുന്നത്. ആ വോട്ടുകളുടെ സഹായത്തോടു കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ജയിക്കാൻ സാധ്യതയില്ലാത്ത 25 സീറ്റ് പോലും ജയിച്ചത്. പരിശോധിക്കണം. 2 പ്രാവശ്യം വന്നതിനെക്കാട്ടി കൂടുതൽ സീറ്റുകളിലല്ല നരേന്ദ്രമോദി മൂന്നാമത് അധികാരത്തിൽ വന്നത്. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഇലക്ഷൻ കമ്മീഷനും അതിന് കെൽപ്പുള്ള ഭരണാധികാരിയും അങ്ങനെ ചെയ്യുന്നവരുമാണെങ്കിൽ അതിനെക്കാട്ടി കൂടുതലായിട്ട് ഭൂരിപക്ഷത്തിലെ അധികാരത്തിൽ വരേണ്ടത്. അപ്പൊ ഇതൊന്നും ആൾക്കാർ തരയുന്നില്ല. ഇവര് പറയുന്ന സമരം, ഇവർ ഏറ്റെടുക്കുന്ന സമരം, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ സഹായിക്കുന്നു, അട്ടിമറിയിലൂടെയാണ് ഏറ്റവും നല്ല ജനാധിപത്യ സംവിധാനത്തിൽ കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഒരു ഭരണം, ആ ഭരണത്തെ ഈ പറയുന്ന മോശമായിട്ടും അട്ടിമറിയിൽ കൂടിയാണെന്ന് കൊണ്ടുവന്ന് ലോകത്ത് ചർച്ചയാക്കി, ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ആൾക്കാർക്കിടയിൽ ചർച്ചയാക്കി, കൺഫ്യൂഷനാക്കി, ആ കെയർ ഓഫിൽ ഇവർ ഇവിടെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ബംഗ്ലാദേശികളെ, രോഹിംഗ്യകളെ ഉപയോഗിച്ച് ഇവിടെ ഒരു സായുധ കലാപം ഉണ്ടാക്കി, ഒരു അട്ടിമറി ഉണ്ടാക്കി, ഏറ്റവും അവസാനം അതിനെ തടയാൻ പറ്റാത്ത രീതിയിൽ ആ കലാപം ഉരുണ്ടുവരുമ്പോൾ രാജിവെച്ച് പോകുന്ന, അല്ലെങ്കിൽ രാജിവെപ്പിക്കേണ്ട രീതിയിലേക്ക്, അതായത് ബംഗ്ലാദേശിൽ തന്ന രീതിയിലേക്കുള്ള ഒരു നീക്കം ഇവിടെ നടക്കുന്നു. കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചായിരുന്നല്ലോ. ഈ സമരത്തിനകത്ത് രാഹുൽ ഗാന്ധി പറയുന്നു, രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്നു, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയല്ലെന്ന് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു, തെളിവുകൾ കൊണ്ടുവരാൻ പറയുന്നു, പരാതി തരാൻ പറയുന്നു. ഇതൊന്നും അയാളുടെ തലയിലില്ല, ഇതൊന്നും അയാൾ കൊടുക്കുന്നില്ല. അയാൾക്കറിയാതെ അകത്ത് കയ്യും വീശി ജയിലിലോട്ട് കയറി പോണ്ടി വരുമെന്നറിയാം. അയാൾ പറഞ്ഞത് മൊത്തം കള്ളമാണ്. പക്ഷെ അയാൾ സമരത്തിലാ. അയാൾ ഇതിനകത്ത് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ സമരത്തിലാ. ഇന്നലെ 300 MP-മാരാണ് സമരത്തിൽ വന്നത്. ഇവർക്കെല്ലാം അറിയാമല്ലോ ഇത് വ്യാജമാണെന്ന്. ഇവർക്കെല്ലാം അറിയാമല്ലോ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി പറഞ്ഞ അഭിപ്രായമെല്ലാം തെറ്റാണെന്ന്. ഇവർക്കെല്ലാം അറിയാമല്ലോ ഇതിനകത്ത് യാതൊരു വാസ്തവമില്ലെന്ന്. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ, ഇന്ന് ഞാൻ അടൂർ ഇറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ എന്റെ ചില ആൾക്കാർ സംബന്ധിച്ചപ്പോൾ പറയും 300 MP-മാർ വന്നില്ല, അപ്പൊ അതിനകത്ത് എന്തെങ്കിലും വാസ്തവം കാണത്തില്ലേ? കണ്ടോ ആൾക്കാരുടെ മൈൻഡ് പോകുന്ന കണ്ടോ? ഈ പ്രചരണത്തിനകത്ത് ആൾക്കാരുടെ മൈൻഡ് പോകുന്ന കണ്ടോ? ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒന്നും വലിയ ബോധ്യമില്ലല്ലോ. എന്താണ് വോട്ടേഴ്സ് ലിസ്റ്റ്? ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും കണ്ടിട്ടില്ലല്ലോ, ഇപ്പോഴാണല്ലോ കണ്ടത്. അതുകൊണ്ടാണല്ലോ ഈ വിഡ്ഢിത്തം പറഞ്ഞത് 2 വോട്ടുണ്ടെന്ന്. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വോട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് ചെയ്യുന്ന ഒരു വാടക വീടിനകത്ത് അവിടെ വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇവിടത്തോട്ട് നമ്മൾ കട്ട് ചെയ്തില്ല, ഇവിടെ കിടക്കും. രണ്ടിടത്ത് വോട്ട് കിടക്കും. ഇത് കട്ട് ചെയ്യേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റാ. ഇത് ഇലക്ഷൻ കമ്മീഷൻ അല്ല. ഇലക്ഷൻ കമ്മീഷൻ അല്ല ആൾക്കാരെ വോട്ട് ചേർക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന് പ്രത്യേക അതിനുള്ള സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും ഇല്ല. അതായത് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർ, അതായത് പ്രദേശത്തെ ഈ പറഞ്ഞ വില്ലേജ് അസിസ്റ്റന്റ്മാരും വില്ലേജ് ഓഫീസർമാരും, അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിലെ ജീവനക്കാരും, ഈ അംഗൻവാടി ജീവനക്കാർ വരെ അതിന്റെ BLO ആയിട്ട് വരുന്നത്. അവരത് ചേർക്കുന്ന കുഴപ്പങ്ങളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാൻ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ കെയർ ഓഫിലുള്ള പാർട്ടിയും CPM-ന്റെ കെയർ ഓഫിലുള്ള പാർട്ടിയും, അല്ലെങ്കിൽ ഇന്നലെ സമരം ചെയ്തിട്ടുള്ള ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടല്ലോ, അതിനല്ലേ കരട് കൊണ്ടുവന്നത്. അപ്പൊ അതല്ല ഞാൻ ഈ പറഞ്ഞത്. ഒരു നീക്കം, ഒരു നിഗൂഢമായ നീക്കം, ഒരു ഭരണ സംവിധാനത്തെ, അതായത് അതിനെ നീക്കിയിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ പല രാജ്യങ്ങളും അട്ടിമറിച്ചിട്ടുള്ള ഡീപ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ അമേരിക്ക, അവർ കുതകാത്ത രീതിയിലേക്കുള്ള ഒരു ഭരണവും ഒരു ഭരണാധികാരിയും അവർ പറയുന്ന തിട്ടൂരം നടപ്പാക്കാത്ത ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ ഒരു റെസ്യൂം ചേഞ്ച് ഇന്ത്യയിൽ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ 2014 ശേഷം വളരെ കൃത്യമായിട്ട് ആലോചിക്കുന്നു. അതിന് പല സമരങ്ങളും ഇവിടെ ഉരുത്തിരിക്കുന്നു. അതിന് ഫണ്ട് ജോർജ് പോലെയുള്ളവർ കൊടുക്കുന്നു. അതിന്റെ പുറകിൽ US-ന്റെ ഡീപ് സ്റ്റേറ്റ് ആകുന്നു. അത് എല്ലാം പൊളിച്ചുകൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം പൊളിച്ചുകൊണ്ട് പോകുന്ന ഒരു സംവിധാനവും, അത്രയും കരുത്തുറ്റ ഒരു സംവിധാനവുമായിട്ട് നിൽക്കുന്ന ഇതുകൊണ്ട് ഇതിനു മുമ്പുള്ള സമരങ്ങൾ പൊളിഞ്ഞു. ഈ സമരവും ആ ലൈനിലാണ് നീങ്ങുന്നത്. ഈ സമരം വലിയൊരു കലാപത്തിലേക്ക് കൊണ്ടുപോയി ഉരുത്തിരിച്ച്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്കാണ് പോകുന്നത്. ഏതാണ്ട് 300ഓളം MP-മാർ ഇതിനകത്ത് NGO-യുടെ കെയർ ഓഫിലും പല കെയർ ഓഫിലും ജോർജ് സോർസും ഒക്കെ കോടിക്കണക്കിന് രൂപ ഇവിടെ മുടക്കിയിട്ടുണ്ട്. അതിന് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. അതിന് പല തെളിവുകളുണ്ട്. അതാണ് കഴിഞ്ഞ ഇലക്ഷന് ശേഷം ഇവിടുത്തെ പല NGOs-നെയും നിരോധിച്ചത്. പല സിസ്റ്റംസിനെയും നമ്മൾ ആ ഇലക്ഷന് ശേഷം ഇതിന്റെ പുറകെ ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ പല YouTube ചാനലുകളും പോയത്, പലരും ഇവിടുന്ന് പല സാമ്പത്തിക സംവിധാനങ്ങൾ ഒക്കെ ഇവിടെ നിർത്തിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായത്. ഒരുപക്ഷെ BBC വരെ ഇവിടുന്ന് പോകുന്ന ഒരവസ്ഥ ഇതിന്റെ കെയർ ഓഫിലാണ്. ഉറ്റുനോക്കുന്നു, പുറകിൽ നിൽക്കുന്നു, ആര് ജയിക്കുന്നു, എന്തിനു വേണ്ടി ജയിക്കുന്നു, ഇന്ത്യക്കെതിരെ നീങ്ങുന്നെങ്കിൽ പിടികൂടുമെന്ന് കണ്ടുകൊണ്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു 300 MP-മാർ ഇന്നലെ ഇറങ്ങിയപ്പോൾ അവരെ ഇത്തരത്തിൽ സമരം ചെയ്യിക്കുന്നതിന് വേണ്ടി വരുന്ന ഫണ്ടും, അവർക്ക് ഇത്തരത്തിൽ അട്ടിമറിക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്ന ആൾക്കാരെയും ഒക്കെ ആരാണ് ഇപ്പൊ നമുക്ക് നോക്കേണ്ടത്? ഒരുപക്ഷെ അമേരിക്ക വെല്ലുവിളിച്ചു, 75% താരിഫ് പോടാവില്ലേ, 50% താരിഫ് പോടാവില്ലേ, കുലുങ്ങുന്നില്ല. ആ രീതിയിലേക്കുള്ള ഒരു ഭരണ സംവിധാനമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലൊരു ഭരണാധികാരി, കരുത്തുറ്റ നട്ടലുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അന്നും ആഭ്യന്തര ശത്രുക്കളും ഇന്ത്യക്കകത്തുണ്ടായിരുന്നു. നമ്മുടെ
പുറത്തു നിൽക്കുന്നതിനെക്കാട്ടി പ്രശ്നം ആഭ്യന്തര ശത്രുക്കൾ. ഈ രാഹുൽ ഗാന്ധി അതിനകത്ത് നമ്പർ 1, പറയാതിരിക്കാൻ പ്രയാസമാണ്. നമുക്ക് തെളിവുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പലരും സംശയം തോന്നുന്നുണ്ട്. നമ്മുടെ അഭിമാനമായിരുന്ന ഇവിടുത്തെ ഏതൊരു പാവം പിടിച്ചതിന്റെ അഭിമാനമായിരുന്ന സിന്ദൂരിനെ കുറ്റം പറഞ്ഞതും വിമാനത്തിന്റെ എണ്ണം ചോദിച്ചോ ഉണ്ടയുടെ എണ്ണം ചോദിച്ചോ അയാളെ നമ്മൾ എങ്ങനെ ദേശസ്നേഹിയായിട്ട് കാണാൻ പറ്റുന്നത്? അപ്പം ഈ സമരത്തിന്റെ പുറകിൽ ഒരു വലിയ അജണ്ടയുണ്ട്. അല്ലെങ്കിൽ ഈ ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നതുപോലെ ഇന്ദിരാഗാന്ധി നട്ടലുള്ള ഭരണാധികാരിയായിരുന്നു, ഒരു സ്വേച്ഛാധിപതിയൊക്കെ ആയിരുന്നു. അവർക്ക് പാർട്ടിക്കകത്ത് ചില താല്പര്യങ്ങൾക്ക് അവർക്കപ്പുറം പോകണ്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെ അട്ടിമറിച്ചത് എങ്ങനെയാ? അവരുടെ മരണത്തിനകത്ത് ഇപ്പോഴും നമുക്ക് തെളിവില്ലെങ്കിലും ലോകം മൊത്തം ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഖാലിസ്ഥാൻ വാദികളെ അന്നേ ഉപയോഗിച്ചു, അതിന്റെ പുറകിൽ US ഉണ്ടായിരുന്നു ഇപ്പോഴും പല്ല പറയുന്നുണ്ട്. ഇപ്പൊ ഖാലിസ്ഥാൻ വാദികളെ സംരക്ഷിക്കുന്ന ആരാണ്? US ആണ്, കാനഡയാണ്. ഇത് ഇവന്മാര് തന്നെയാണ് ബ്രിട്ടനാണ്. അതെ, ബ്രിട്ടനാണ്. നമുക്ക് വിട്ടുതരാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ട്, ഖലിസ്ഥാന്റെ ഒരു എംബസി കാനഡയിൽ തുടങ്ങിയത്, ഖലിസ്ഥാന്റെ. അതെ. അപ്പൊ നമ്മൾ വാർത്ത ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവരെ അവിടെ ഇപ്പോഴും ഇന്ത്യയിൽ ഖാലിസ്ഥാൻ വാദത്തിന് യാതൊരു പ്രസക്തിയില്ല. ഇവിടെ പറയുന്നത് ഇവിടെ എപ്പോഴാ ഖാലിസ്ഥാൻ വാദികളുള്ളത്? എവിടെ അവർ കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എവിടെ അവർ തയ്യാറായി നിൽക്കുന്നത്? എവിടെ നിന്നാണ് അവർ പ്രസ്താവന ഇറക്കുന്നത്? ഇവരെ ഉപയോഗിച്ചാണെന്നാ പറയുന്ന ഇതുപോലെ ഒരു ഭരണാധികാരി ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ നട്ടലുള്ള ലോകത്തിലെ പല തെട്ടൂരങ്ങളും തട്ടിത്തെറിപ്പിച്ച ഇന്ത്യ അങ്ങനെ വരത്തില്ല, ഇങ്ങനെ ആവണം തീരുമാനിച്ചിരുന്ന ഒരു ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു. ആ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ തെട്ടൂരത്തിനും ഈ പറയുന്ന ബ്രിട്ടന്റെയും ഈ പറയുന്ന സായിപ്പന്മാരുടെ ഒന്നും തെട്ടൂരത്തിന് നിട്ടുകൊടുക്കാത്ത മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരി. ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് ഒരു രാജ്യത്തെ അട്ടിമറിക്കണമെങ്കിൽ ചുരുങ്ങിയ കാലമല്ല, വളരെ ദീർഘകാലം അതിന്റെ പുറകിൽ നിൽക്കും, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും. ഇന്ത്യയുടെ പുറകിൽ ഉണ്ട്, സംശയം വേണ്ട. കാരണം 2014 ശേഷം പൂർണ്ണമായിട്ടുണ്ട്. ഇന്ത്യയുടെ ഗ്രോത്ത് 2075 ഈ പറയുന്ന അമേരിക്കയെ മറികടക്കുന്ന രീതിയിലേക്ക് ലോക സാമ്പത്തിക വിദഗ്ധർ പറയുമ്പോൾ, ആ പോക്കിനെ പറ്റി പറയുമ്പോൾ, വ്യക്തത പറയുമ്പോൾ, എക്കണോമിക് ഗ്രോത്തിനെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. അതിനകത്ത് ആഭ്യന്തരമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പം ഏറ്റവും അവസാനത്തെ ഈ സമരവും ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പല സമരങ്ങളും എന്ന് നമ്മൾക്ക് ചിന്തിക്കേണ്ടി വരും. വ്യക്തമായ തെളിവുകളൊന്നും നമ്മളിലില്ല. പക്ഷേ തെളിവുകളില്ലാതെയാണല്ലോ ഈ പണികളൊക്കെ. ഹസീന എന്തുകൊണ്ട് മൂന്നാമതും അധികാരത്തിൽ വന്നതും അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അവരെ പരാജയപ്പെടുത്താൻ പറ്റാത്തപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ അതുകൊണ്ട് ഇലക്ഷൻ പോലും നിൽക്കാതിരുന്ന ഒരു സ്ത്രീയെ ഒരു 50,000 1,00,000 പേർ കൂടി നിന്ന് അട്ടിമറിയിലൂടെ അവർ ചെയ്യാത്ത അവരറിയാത്ത ഒരു തെറ്റിന്റെ പേരിൽ അട്ടിമറിച്ച് അറിയാമല്ലോ. അതാണ് ഈ രാജ്യങ്ങളെ അട്ടിമറിക്കുന്നത്. അതേ രീതിയിലേക്കുള്ള ഒരു ഓപ്പറേഷൻ ഇവിടെ വളരെ കാലമായിട്ട് നടക്കുന്നു, പല രീതിയിൽ നടക്കുന്നു. ആ നടത്തുന്നവരെ മൊത്തവും ഇന്ത്യയുടെ കരുത്തുള്ള ഭരണാധികാരിയെ വേണ്ടി തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ സമരം പൊളിച്ച് സമരത്തിന്റെ ഉദ്ദേശം ഇതായിരുന്നു വ്യക്തത വരുത്തി കൊടുത്ത രീതിയിൽ പോകുന്ന ഇപ്പം വീണ്ടും ഒരു കാരണവുമില്ലാതെ ഒരു സത്യവുമില്ലാത്ത ഒരു സമരം, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നമ്മൾ പറയുന്നത് പോലെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനെതിരെ തുടങ്ങിയിരിക്കുകയാണ്. അതിന് കൈയടിച്ചുകൊണ്ടും പാട്ടുപാടിക്കൊണ്ടും 300 MP ഈ 300 MP ട്രംപ് വിലക്കെടുത്തോ അല്ലെങ്കിൽ അവിടെ ഇതിന് വന്ന കോടികൾ എവിടെ നിന്ന് എന്നുള്ള രീതിയിലേക്കൊക്കെ നമുക്ക് ചിന്തിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.